ഇന്ന് നമുക്ക് വിസ്ഡം ടൂത്തിനെ പറ്റിയും വിസ്ഡം ടൂത്ത് സർജറിയെ പറ്റിയും സംസാരിക്കാം. ഞാൻ ഡോക്ടർ ഹരീഷ്. ആദ്യം തന്നെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ MDS ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ ഞാനൊരു കേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് സിവിയർ ആയിട്ട് വിസ്ഡം ടൂത്ത് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. സിവിയർ പെയിൻ ആയിരുന്നു. അപ്പം ഞാൻ ഡെന്റൽ കോളേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സർജറി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഓൾറെഡി എപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ആ കേസ് ഫിനിഷ് ചെയ്തിട്ട് ഉടനെ തന്നെ പോയി എൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് തന്നെ ആ വിസ്ഡം ടൂത്ത് സർജറി ചെയ്തു. തിരിച്ചു വന്ന് ഞാൻ ബാക്കി കേസുകൾ അന്നത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ക്ലോസ് ചെയ്ത് പോയത്. ഞാനത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതത്ര ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഈസി ആയി ചെയ്ത് ഫിനിഷ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ വിസ്ഡം ടൂത്ത് സർജറി ഒക്കെ. ഇനി എന്താണ് ഈ വിസ്ഡം ടൂത്ത്? മുകളിലെയും താഴത്തെയും അവസാനത്തെ അണപ്പല്ലിനെയാണ് വിസ്ഡം ടൂത്ത് എന്ന് പറയുന്നത്. എന്താണ് വിസ്ഡം ടൂത്ത് ഇമ്പാക്ഷൻ? മുഴുവനായിട്ട് ഈ വിസ്ഡം ടൂത്ത് പുറത്തേക്ക് മുളയ്ക്കാതിരിക്കുന്ന ഒരു കണ്ടീഷനാണ് വിസ്ഡം ടൂത്ത് ഇമ്പാക്ഷൻ. എങ്ങനെയാണ് വിസ്ഡം ടൂത്തിൽ പെയിൻ വരുന്നത്? പ്രധാനമായി 3 കണ്ടീഷൻസ് ആണ്. ഒന്ന്, ഈ വിസ്ഡം ടൂത്ത് മുഴുവനായി മുളയ്ക്കാതിരിക്കുമ്പോൾ ആ മോണയുടെ ഇടയിലേക്ക് ഭക്ഷണം പോയി അവിടെ നിന്ന് ഇൻഫെക്റ്റഡ് ആവുമ്പോൾ പെയിൻ വരാം. രണ്ടാമത്, വിസ്ഡം ടൂത്തിൽ തന്നെ പോട് വന്ന് വിസ്ഡം ടൂത്ത് ഇൻഫെക്ഷൻ ആവുമ്പോഴും പെയിൻ വരാം. മൂന്നാമത്തെ, ഈ മുഴുവനായി മുളയ്ക്കാത്ത വിസ്ഡം ടൂത്തിന്റെ മുകളിലെ മോണയിലേക്ക് മുകളിലെ വിസ്ഡം ടൂത്ത് വന്ന് കുത്തി അവിടെ അൾസേഴ്സ് ഉണ്ടാവുമ്പോഴും സിവിയർ പെയിൻ വരാം. ഇമ്പാക്റ്റഡ് വിസ്ഡം ടൂത്തിന്റെ, എസ്പെഷ്യലി താഴത്തെ വിസ്ഡം ടൂത്തിന്റെ കാര്യമാണ് ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇമ്പാക്റ്റഡ് വിസ്ഡം ടൂത്തിന്റെ അസസ്മെന്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? പ്രധാനമായി ക്ലിനിക്കൽ എക്സാമിനേഷന് ശേഷം നമ്മൾ ഒരു റേഡിയോഗ്രാഫിക് എക്സാമിനേഷൻ ചെയ്യണം, എക്സ്റേ എടുക്കണം. OPG എന്നുള്ളൊരു എക്സ്റേ ആണ് നമ്മൾ യൂഷ്വലി എടുക്കാറ്. ചില കോംപ്ലിക്കേറ്റഡ് കേസസിൽ CBCT സ്കാൻസും നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഈ എക്സ്റേസും സ്കാൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ 2 കാര്യങ്ങളാണ് അസസ് ചെയ്യുക. ഒന്ന്, അതിന്റെ ഡിഫിക്കൽട്ടി ഇൻഡെക്സ്, എത്ര ബുദ്ധിമുട്ടാണ് ഈ പല്ല് പുറത്തേക്ക് എടുക്കാൻ എന്നുള്ള ഒരു അസസ്മെന്റ് ചെയ്യും. രണ്ടാമത്, ഈ പല്ലിന്റെ താഴെ കൂടെ ഒരു ഞരമ്പ് പോകുന്നുണ്ട്, ഒരു നെർവ്. ആ നെർവുമായിട്ട് ഈ പല്ലിന്റെ റൂട്ട് എത്ര കണക്റ്റഡ് ആണ്, കൊളുത്തി നിൽക്കുകയാണോ വിട്ടിട്ടാണോ എന്നുള്ള ഒരു അസസ്മെന്റും നമ്മൾ ഇതിന്റെ കൂടെ ചെയ്യണം. ഈ പെയിന്റെ ഒരു പ്രോപ്പർ സൊല്യൂഷൻ എന്ന് പറയുന്നത് വിസ്ഡം ടൂത്ത് സർജറി തന്നെയാണ്. സർജറി എന്ന് പറയുമ്പോൾ ഈ പകുതി മൂടിക്കിടക്കുന്ന മോണയെ ഓപ്പൺ ചെയ്തിട്ട് ചില കേസസിൽ ഒന്ന് ഡീപ്പായിട്ട് ലിഫ്റ്റ് ചെയ്താൽ തന്നെ ആ വിസ്ഡം ടൂത്ത് പുറത്തേക്ക് വരും. ചില കേസസിൽ നമ്മൾ ആ ടൂത്തിനെ സ്പ്ലിറ്റ് ചെയ്യുകയോ ഈ മൂടി നിൽക്കുന്ന എല്ലിനെ ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്യുകയോ ചെയ്താലേ ഈ ടൂത്ത് പുറത്തേക്ക് വരുള്ളൂ. എന്നിട്ട് ആ മോണയെ നമ്മൾ പ്രോപ്പറായിട്ട് സൂച്ചർ ചെയ്ത് ക്ലീൻ ആയിട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഇനി സർജറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കേസസിൽ, ഒരുപാട് കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കേണ്ടി വന്ന കേസസിൽ കുറച്ച് ദിവസത്തേക്ക് ചെറിയ നീരും വേദനയും ഉണ്ടാവാറുണ്ട്. സാധാരണ അതിന് മെഡിക്കേഷൻ കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യും. ചില കേസസിൽ ഇഞ്ചക്ഷൻസ് കൊടുത്തിട്ടും അതിനെ ഹാൻഡിൽ ചെയ്യാറുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ അസസ് ചെയ്ത ഞരമ്പ് ആയിട്ട് ക്ലോസ് ആയി കിടക്കുന്ന പല്ലുകളാണെങ്കിൽ ഈ പല്ല് റിമൂവ് ചെയ്യുമ്പോൾ ആ ഞരമ്പിന് ചെറിയ ഇഞ്ചുറി വരികയും ട്രാൻസിയന്റ് ആയിട്ട് ചില ആൾക്കാർക്ക് ഈ ഭാഗത്തൊരു തരിപ്പ് നിൽക്കുകയും ചെയ്യും. ഇത് രണ്ടുമാണ് ഇതിന് വരാവുന്ന ഒരു പോസിബിൾ കോംപ്ലിക്കേഷൻസ്. ഇനി ടെൻഷൻ ആവണ്ട, ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ്ലി പെയിൻലെസ് ആയിട്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പെയിൻലെസ് ഇഞ്ചക്ഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ കോൺഷ്യസ് സെഡേഷൻ കൊടുത്ത് നമുക്ക് ഒന്നും അറിയാത്ത രീതിയിൽ ഇത് ചെയ്യാനും പറ്റും. യൂഷ്വലി ഒരു നല്ല അനസ്തേഷ്യ കൊടുത്താൽ തന്നെ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഞരമ്പിൽ ക്ലോസ് ആയി തരിപ്പ് വരുന്നു എന്ന് കേട്ട് പേടിക്കണ്ട. അതിന്റെ പ്രോപ്പർ അസസ്മെന്റ് നമ്മൾ ആദ്യം തന്നെ ചെയ്യും. ഇനി ചെറിയ പാരസ്തേഷ്യ വന്നാൽ തന്നെ അത് ഉടനെ ട്രീറ്റ് ചെയ്ത് തിരിച്ച് റിവേഴ്സ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്.